ചൂടിന്റെ തീവ്രതയെ പ്രതിരോധിച്ച് അന്ന് മുതൽ റേഡിയോ ഇല്ലാണ്ട് കഴിക്കില്ല. വാർത്ത കേൾക്കും, പാട്ടും കേൾക്കും, നാടകം കേൾക്കും. 50 വർഷമായി തങ്കമുത്തശ്ശിക്കൊപ്പം റേഡിയോ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തുടങ്ങിയ ശീലമാണ്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം റേഡിയോ ഓൺ ചെയ്യും. പിന്നെ രാത്രി ഉറങ്ങുമ്പോഴേ ഓഫാക്കുകയുള്ളൂ. അത്രയും സമയം എന്ത് കാര്യം ചെയ്യുന്നത് റേഡിയോ കേട്ടുകൊണ്ട് തന്നെ. വീട്ടിലുള്ള പുതിയ തലമുറയൊക്കെ TV കാണാൻ പോയാൽ മുത്തശ്ശി റേഡിയോ കേട്ടുകൊണ്ടിരിക്കും. എനിക്ക് പാട്ട് പാടാനും കൂട്ടം കൂടാനും ഒന്നും പറ്റില്ല. റേഡിയോ പാടുമ്പോൾ കുറച്ച് ഡാൻസൊക്കെ തുള്ളും, മക്കളൊക്കെ കണ്ടു നിൽക്കും. ഇങ്ങനാണ് എൻ്റെ കാര്യം. തങ്കമുത്തശ്ശി കാലങ്ങളോളം ഉപയോഗിച്ചിരുന്ന റേഡിയോ കുറച്ചുനാൾ മുമ്പ് കേടുവന്നു. അതിനുശേഷം ക്ഷേമ പെൻഷൻ കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് പുതിയൊരു റേഡിയോ വാങ്ങുകയാണ്. 5 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ തങ്കമുത്തശ്ശിക്ക് റേഡിയോ മാത്രമാണ് കൂട്ട്. ഇനിയിപ്പോ വായിച്ചും വരാൻ മക്കളായില്ല. എനിക്ക് തൊള്ളാനോ ചാടാനോ തോന്നുമ്പോ അങ്ങനൊക്കെ കാട്ടും. റേഡിയോ തുറന്ന് വെച്ചിട്ട് നല്ല നല്ല പാട്ടൊക്കെ വരുമ്പോ നല്ല ഡാൻസും കളിയൊക്കെ ആയിരിക്കും. മാതൃഭൂമി ന്യൂസ്, വയനാട്. തങ്കമ്മയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, ഇപ്പോൾ 75 വയസ്സുള്ളവരും ഒക്കെ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഒക്കെ സുഗമമായി ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. കാലം അങ്ങനെ മുന്നോട്ട് പോയപ്പോഴും റേഡിയോ എന്നൊരു ഇഷ്ടം കൈവിടാൻ തയ്യാറാവാത്ത ഒരാളാണ് ഈ ഒരു മുത്തശ്ശി, അല്ലേ? റേഡിയോ കഴിഞ്ഞ ടെലിവിഷൻ വന്നു. അത് കഴിഞ്ഞിപ്പോൾ സ്മാർട്ട് ഫോണിലാണ് എല്ലാവരും. വീഡിയോ പ്രോഗ്രാംസ് പോലും വേണമെങ്കിൽ ഫോണിൽ ഇൻ്റർനെറ്റ് വഴി കേൾക്കാം. ആളുകൾ സിനിമ കാണാനും വാർത്ത കേൾക്കാനും ഈ ടെലിവിഷൻ പ്രോഗ്രാമുകൾ കാണാനൊക്കെ ഫോൺ ഉപയോഗിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ടൊരു മുത്തശ്ശി രാവിലെ മുതൽ നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി വരെ റേഡിയോ മാത്രം കേട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴുള്ളൊരു കൗതുകം. അതാണ് ഈ തങ്കമുത്തശ്ശിയുടെ കാര്യം പറയുമ്പോഴുള്ളത്. സുൽത്താൻ ബത്തേരിക്ക് അടുത്ത അമ്മായിപ്പാലത്തെ ഒരു ഉന്നതിയിലാണ് മുത്തശ്ശി താമസിക്കുന്നത്. ഭർത്താവ് 4-5 വർഷം മുമ്പ് മരണപ്പെട്ടു. അതിനുശേഷം മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട് കൂടെ. പക്ഷേ അവരൊക്കെ പല ജോലിക്കും പഠിക്കാനുമൊക്കെയായി പോകും. അപ്പോൾ ഈ മുത്തശ്ശിക്ക് കൂട്ട് റേഡിയോ മാത്രമാണ്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓൺ ചെയ്താൽ പിന്നെ ഓഫ് ചെയ്യുക എന്നൊരു പരിപാടി ഇല്ല. രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണ് റേഡിയോ ഓഫ് ചെയ്യുക. അതിനിടയ്ക്ക് വരുന്ന എല്ലാ പരിപാടികളും കേൾക്കും, വാർത്ത കേൾക്കും, പാട്ട് കേൾക്കും. പാട്ടിനൊപ്പം പണ്ട് നൃത്തം ചെയ്തിരുന്ന കാര്യമൊക്കെ മുത്തശ്ശി പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും റേഡിയോ ഇല്ലാതെ ഈ മുത്തശ്ശിക്ക് ഒരു ജീവിതമില്ല. ഗോത്രമേഖലയിൽ നിന്നുള്ള മുത്തശ്ശിയാണ്. അവർ ഈ പരിപാടികൾ മുഴുവൻ ഈ വർഷം 50 വർഷമായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 20 വയസ്സുള്ളപ്പോഴാണ് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. അന്ന് തുടങ്ങിയ ശീലമാണെന്ന് മുത്തശ്ശി പറയുന്നു. കുറച്ചുനാൾ മുമ്പ് പഴയ റേഡിയോ കേടുവന്നു. അപ്പോൾ കാത്തിരുന്നു ക്ഷേമ പെൻഷൻ അതിൻ്റെ തുക കിട്ടാൻ വേണ്ടി. ആ പൈസ കിട്ടിയപ്പോൾ ഇത്രയും പെട്ടെന്ന് ചെയ്തത് ടൗണിൽ പോയി ഒരു പുതിയ റേഡിയോ വാങ്ങിക്കുകയാണ്. ഇപ്പോഴും എന്തായാലും 50 വർഷമായിട്ടുള്ള ഒരു ശീലമാണല്ലേ. അതങ്ങനെ പെട്ടെന്നൊന്നും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാനുണ്ടാവില്ല. അതോടൊപ്പം ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കൂട്ട് എന്ന് പറയുന്നത് തങ്കമ്മയ്ക്കൊരു ഈ റേഡിയോ തന്നെ ആയിരിക്കും.